പണിയാണ് ഗൈസ്. നമ്മളെ ഫ്രഷേഴ്സ് ഡേന്റെ പരിപാടി അണിയാറെത്തണം. എങ്ങനെ ഇനിയാണ് വൈബ് ഗൈസ്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സംഭവം ഇപ്പോൾ എന്ന് ചെല്ലാം. എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു ഫ്രഷേഴ്സ് ഡേ. ഈ ഫ്രഷേഴ്സ് ഡേ ആവാൻ ഞാൻ ഒരുപാട് ആസ്വദിച്ചായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ കോളേജാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര വൈബ് അത് ഇത് അങ്ങനത്തെ ഒന്നുമില്ല, പഠിത്തം അത്രയേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ചിട്ട് പോയ കോളേജ് എന്താ പറയുക, ഭയങ്കര ഇപ്പോൾ കുറേ പരിപാടി, പിന്നെ കുറേ വൈബ് അത് ഇത് തേങ്ങാമങ്ങ അങ്ങനത്തൊക്കെ ആയിരുന്നു. ഇവിടെ ചെന്നപ്പോൾ എൻ്റെ എല്ലാം പ്രതീക്ഷയും പോയി. ആകെ എനിക്കുണ്ടായ പ്രതീക്ഷ ഫ്രഷേഴ്സ് ഡേക്ക് മാത്രമാണ്. അതിങ്ങനെ കുറേ ഞാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഫ്രഷേഴ്സ് ഡേ എത്തി. ഞാൻ ഇതുവരെ ഫ്രഷേഴ്സ് ഡേ എൻ്റെ IT പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നത്. എന്തായാലും പോയിട്ട് കാണാം. ഇതെല്ലാം ചട്ടേ എന്ന് പറഞ്ഞിട്ടായിപ്പോയി. ഇത് സംഭവമില്ല. ഇത് ഫ്രഷേഴ്സ് ഡേൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഞാൻ കോളേജിൽ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ സിവിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പരിപാടി ഉണ്ടാവും, ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു പരിപാടി ഉണ്ട്. അതിനൊക്കെ ഞാൻ ഡാൻസിന് ചേർന്നു. പേരെല്ലാം കൊടുത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ പേരെല്ലാം കൊടുത്ത് ഞാൻ ആണെങ്കിൽ ഇതുവരെ ഡാൻസ് കളിച്ചിട്ടില്ല. എനിക്കറിയില്ല ഈ പാട്ട് ഡാൻസ് അങ്ങനത്തെ ഉള്ള കഴിവൊന്നും എനിക്കില്ല. എനിക്ക് സംസാരിക്കും, അല്ലാണ്ട് ഇങ്ങനെ പാട്ട് ഡാൻസ് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല, ഒരു കളിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ഒരു ആഗ്രഹത്തിന് പേര് കൊടുത്തു, ഞാനും ഡാൻസിനുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച മിനിഞ്ഞാന്ന് തുടങ്ങി ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് സ്റ്റെപ്സ് എടുത്ത് അതെടുക്കാൻ നമുക്കത് മനസ്സിലായി എന്നെ ഈ പണിക്ക് കൊള്ളത്തില്ല എന്ന്. പിന്നെ ഇന്നലെ ഞായറാഴ്ച, ഞാൻ ഒരു 1 ഡേ ട്രിപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഇന്നാണ് പരിപാടി, ഇന്ന് രാവിലെ പരിപാടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒഴിഞ്ഞു, എന്നെ കൊണ്ടാവൂല എന്ന്. കാരണം തുപ്പി എറിയോ. എനിക്കാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ മെയിനാണെങ്കിൽ കളിക്കണം എന്ന് പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒന്നും അറിയുന്നില്ല, എന്നെക്കൊണ്ട് ആവുന്നില്ല. ഞാൻ വിചാരിച്ചപ്പോൾ കുറച്ച് പഠിച്ചിട്ട് ചെയ്യാതെ, പക്ഷെ പഠിക്കാൻ പോലും എനിക്ക് സമയമില്ല, ഒന്നിനും സമയം ഉണ്ടായിട്ട്. ഇന്നലെ ഞാൻ വേറെ ട്രിപ്പിൽ പോയതുകൊണ്ട് അയ്യോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇന്ന് ഒഴിവായി. ഇപ്പം ഞാൻ രാവിലെ നേരത്തെ പോകണമെന്ന് പറയുന്നുണ്ട്. അതുമല്ല എനിക്ക് ഇന്ന് ഫുൾ ടൈം അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നാളെ എനിക്കൊരു PSC എക്സാമാണ്. അത് കാസർഗോഡ്. എൻ്റെ PSC എക്സാമിന് എല്ലാ സെൻറ്ററും കൊടുത്തത് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡുള്ള എക്സാമിന് ഞാൻ ടൈമിൽ എത്തണം. അതായത് രാവിലെ ഒരു 7:15 7:30 എന്തോ എക്സാമാണ്. അപ്പോൾ ഞാൻ നാളെ തളങ്കര സ്കൂളിലേക്ക് എത്തണം. അപ്പോൾ ഇന്ന് ഫ്രഷേഴ്സ് ഡേയുടെ പരിപാടി ഒന്നെങ്കിൽ പകുതി കിട്ടുന്ന ഞാൻ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് നല്ലോണം ലേറ്റായി വീട്ടിലെത്തേണ്ടി വരും. അങ്ങനെ ലേറ്റായിട്ട് വീട്ടിലെത്തുന്ന പറഞ്ഞാൽ കുറേ ദൂരമില്ല, ഒരു 100 കിലോമീറ്ററൊക്കെ എനിക്ക് കവർ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഫ്രഷേഴ്സ് ഡേൻ്റെ എല്ലാ വൈബ്സൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഡാൻസൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൽ ഞാൻ സൗണ്ട് കൊടുക്കുക. സൗണ്ട് കൊടുത്താൽ കോപ്പി റൈറ്റ് കിട്ടും. അതുകൊണ്ട് സൗണ്ട് കൊടുക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും വോയിസ് ഓവർ മറ്റേ കൊടുക്കും, അല്ലാണ്ട് കോപ്പി റൈറ്റ് കിട്ടാത്ത മ്യൂസിക് മറ്റേ കുത്തിക്കയറ്റാം. ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ എനിക്ക് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ നോക്കണേ ഇനി ഏത് ഡ്രസ്സ് ഇടണം. ഞാൻ എൻ്റെ ഷെൽഫ് കാണിച്ചു. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടില്ല, ഞാൻ ഇന്നലെ എൻ്റെ ഡ്രസ്സെല്ലാം മടക്കിയിട്ട് വെച്ച്. ഇല്ലേ നിങ്ങൾ കണ്ട് ബോധം കിട്ടുമോ, അത്രക്കും വൃത്തികേടായിട്ടുണ്ടാവും എൻ്റെ ഇതുണ്ടാവുക. ഇന്ന് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയ ആലോചിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം പെട്ടെന്ന് സെറ്റായി. ഈ ടോപ്പ് ഞാൻ റജിനിത് വാങ്ങിയതും മറ്റു ജീൻസ് എൻ്റെ ഇച്ചാൻ്റെതുമാണ്. ഹെയർ എന്തായാലും ഓപ്പൺ ചെയ്ത് വെക്കുന്നില്ല, ഹിജാബ് ഇട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിജാബ് കവർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുടി, അതായത് എൻ്റെ ഈ കുഞ്ഞു മുടി ഞാൻ എങ്ങനെയാണ് കെട്ടി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. മുടിയുടെ കാര്യത്തിൽ ഞാൻ പണ്ട് മുതൽ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കലില്ല. ഞാൻ അങ്ങനെ കെയർ ചെയ്യില്ല കേട്ടോ എൻ്റെ ഹെയറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പോയ താരനും ഹെയർ ഫോളും എല്ലാം വീണ്ടും വന്നിന്. പിന്നെ അത്ര വലിയ സീനൊന്നുമില്ലടാ, എല്ലാം സെറ്റാക്കി എടുക്കാനേ ഉള്ളൂ. പിന്നെ അതെല്ലാം സെറ്റാക്കടാ, അതുവരെയൊക്കെ തലയിൽ മുടി ഉണ്ടായാൽ മതി എന്ന് മാത്രം. ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ബാക്കിൽ മടക്കിയിട്ടാട്ടോ ഞാൻ കെട്ടുന്നത്. പാട്ടെന്ന് പറയുന്നത് സ്കിന്ന് മോയ്സ്ചറൈസർ ഇടാൻ ഒരു മോയ്സ്ചറൈസർ ഇടണം. എൻ്റെ മേക്കപ്പ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടൊന്നും ഇല്ല. ഞാൻ ചെറിയൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും ഞാൻ മുമ്പ് ഭയങ്കര യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇടാനും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ സ്കിന്നിൻ്റെ ആ പ്രശ്നം വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഇല്ലാണ്ടായി, തീരെ ഇടാണ്ടായി, അങ്ങനെയൊക്കെയായി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിൻ്റെയും സൺസ്ക്രീനിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഇത് മുമ്പ് കാണിച്ചായിരുന്നു. പിന്നെ എനിക്കറിയാത്ത ഏതോ ഒരു ബ്രാൻഡിൻ്റെ ബോഡി ലോഷൻ കേട്ടോ ഇത്. സംഭവം എന്തോ ലൈഡ് ഉണ്ടീനു. പിന്നെ ഞാനെടുത്ത് യൂസ് ചെയ്യുന്ന നല്ല മണം കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് എൻ്റെ കാര്യപരിപാടിയെല്ലാം കഴിഞ്ഞു.
അങ്ങനെ ഷോളും കൂടി ഇട്ടിട്ടാകുമ്പോൾ ഞാൻ റെഡിയായി. ഇനി പോകാനുള്ളതാണ്. അപ്പോൾ ബാക്കിയല്ല ഞാൻ ആടെ തെറ്റി കാണിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫ്രഷേഴ്സ് ഡേന്റെ പരിപാടി ഏകദേശം കുറച്ച് കഴിഞ്ഞ് വന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചത്ര ആയിട്ടില്ല, ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കുറെ പരിപാടി. പക്ഷെ നമ്മളില്ലേ സീനിയേഴ്സിന്റെ പരിപാടി അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുക. ഇവിടെയാണ് ഞങ്ങളെ പരിപാടി നടക്കുന്നത്. ഇവിടെ കുറേ ക്ലിപ്സ് ഒക്കെ ഉണ്ട്, ഞാൻ പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ കുറേ ലെങ്ത്. ഇവിടെ നിന്ന് ഇനി ശരിയാവൂല, രാവിലെ വീട്ടിലെത്തണം. സോറി പണിയാണ് എനിക്ക് ഇവിടുന്ന് എനിക്ക് കാസർഗോഡ് എത്തണം. ഇനി എനിക്ക് തോന്നുന്നു ബസ്സിൽ പോയാൽ 8 മണിയാവും. എത്തണം. എങ്ങനെ പോകും? തലശ്ശേരി മാറി കയറണം, ബസ്സില്ല, എങ്ങനെ പോകും? എന്തായാലും എന്തായാലും ഇറങ്ങിയാലേ എനിക്ക് അപ്പം എത്താൻ പറ്റും. എന്തായാലും ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. പക്ഷേ ഇനിയാണ് വൈബ് ഗൈസ്, ഇനിയാ വൈബ്. ഡീല് തുടങ്ങുന്ന ഇപ്പഴാ, നമുക്ക് ഇനി ഇപ്പൊ ഇറങ്ങണ്ട വന്ന് വലിയൊരു കഷ്ടമായി പോയി. മെൻഷൻ ചെയ്യും, ഇങ്ങനത്തെ ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ല അവസാനം നല്ല വൈബായിരുന്നു എന്ന്. ശരിക്കും നല്ല വൈബായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ 5:30 ആ ഒരു സമയമായിരുന്നു, 5-5:30 ആയിരുന്നു. അതുകൊണ്ട് നല്ല ലേറ്റായി വീട്ടിലെത്താൻ. അതുപോലെ നല്ല വിശക്കുന്നുണ്ടായി. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും പോയി കഴിക്കാനോ ഒന്നിനും സമയവുമില്ല. നല്ല ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നേരെ ഡയറക്റ്റ് കാസർഗോഡ് ബസ്സും കിട്ടിയിട്ടില്ല, കാഞ്ഞങ്ങാട് ബസ്സാണ് കിട്ടിയത്. കാസർഗോഡ് ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും കുറേ സമയം അവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ കാഞ്ഞങ്ങാട് ബസ് കയറി. എന്നിട്ട് കാഞ്ഞങ്ങാട് എത്തിയിട്ടാണ് ഞാൻ ബസ് മാറി കയറുന്നത്, അതായത് നാട്ടിലേക്കുള്ള ബസ് വീണ്ടും കയറുന്നത് അവിടെ നിന്ന്. ചെറുക്കലത്തെത്തിയാൽ പിന്നെ ഉപ്പ വരും പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫുഡും വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകും, കാരണം നല്ല ലേറ്റാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക്. ഇതെൻ്റെ ഉമ്മ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതാണത്തെ. അതിൻ്റെ സ്കിന്ന് മാത്രം തൊല്ലി കഴിക്കും, അതിൻ്റെ ചിക്കൻ കഴിക്കൂല എൻ്റെ ഉമ്മ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടാ. എന്തായാലും എനിക്ക് കിടന്നുറങ്ങണം, നാളെ രാവിലെ എക്സാമിന് പോകാനുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചാ.